നമ്മളതിൻ്റെ അകത്ത് സാധനം വയ്ക്കുന്നു. ലെമണേഡാണ്. ഞങ്ങൾ മിക്കപ്പോഴും തിരിച്ചെത്തിയായിരുന്നു. കാണിക്കാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വേറൊരു സാറ്റർഡേ ആണ്. എനിക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്, ഷോപ്പിംഗ് കാര്യങ്ങൾ, ചെറിയ ഷോപ്പിംഗ്. ആ ഷോപ്പിങ്ങിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു പാഴ്സൽ റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ടൊരു പാഴ്സൽ റിട്ടേൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് ഞാനൊരു ലോക്കർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ലോക്കറിലുണ്ട് സാധനം വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ എനിക്കൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കണം. ഇവിടെ ഇത്തവണ സമ്മർ ഒരു രക്ഷയില്ല, പൊള്ളി ശരീരമൊക്കെ ഒരു പരുവായി. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ പ്രിപ്പയർഡ് ആണല്ലോ, ഇങ്ങനെ ചൂട് വരും, ഒരു 4 മാസത്തേക്ക് നല്ല ചൂടായിരിക്കും എന്നുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നാട്ടിലെ അതൊരു നോർമലാണ്. നമ്മുടെ പലരുടെയും വീട്ടിൽ എയർ കണ്ടീഷനേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ എല്ലായിടത്തും ഫാന്. പക്ഷേ UK ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഫാനൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലാണ് വാങ്ങുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഹീറ്റ് ഇതിനു മുമ്പ് വന്നത്. ഇപ്പോൾ പല ന്യൂസും പറയുന്നത് ഇതിനിപ്പോൾ പുതിയ നോർമലായിരിക്കും എന്നാണ്. എനിവേ, അപ്പോൾ എനിക്കൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കണം, അതിൻ്റെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങും പിന്നെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാനിനി കൂടുതൽ വർത്തമാനം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇറങ്ങിയേക്കാം. പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ ഡോറിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പല തവണ പണി തന്നിട്ടുള്ളൂ. 2 തവണ ഞങ്ങൾ ലോക്ക്ഡ് ഔട്ടായി. എന്നിട്ട് എമർജൻസി ലോക്ക് സ്മിത്സിനെ വിളിച്ചിട്ടാണ് റെഡിയാക്കിയത്. ഇവിടെ എമർജൻസി ലോക്ക് സ്മിത്ത് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാനായിട്ട് തന്നെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഴ്സൽ അയക്കാനുള്ള ലോക്കർ സിസ്റ്റം. ഇത് പാഴ്സൽ നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റും, കളക്ട് ചെയ്യാനും പറ്റും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ടു സ്റ്റാർട്ട് കൊടുക്കുക, റിട്ടേൺ എ പാഴ്സൽ. ഓക്കെ, ഇനി എൻ്റെ ഒരു QR കോഡുണ്ട് റിട്ടേൺ ചെയ്യാനുള്ളത്. ഇതിവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ഓർ എൻ്റർ യുവർ QR കോഡ്. ഇവിടെ സ്കാൻ ചെയ്യാം. ഓക്കെ, ഇനി സൈസ് സെലക്ട് ചെയ്യുക. ബോക്സസിൻ്റെ സൈസ് സെലക്ട് ചെയ്യുക. സ്മോൾ മതി. കൺഫേം. ഓക്കെ, ഇതുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഡോർ ഓപ്പണായി. നമ്മളതിൻ്റെ അകത്ത് സാധനം വയ്ക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ വന്നൊരു കൺഫേമും കൂടെ കൊടുത്താൽ മതി. ഫിനിഷ് മൈ പാഴ്സൽ ഇൻ ദ കമ്പാർട്ട്മെൻറ്റ്. കണ്ടോ, കഴിഞ്ഞു. ഇതാകുമ്പോൾ വളരെ കൺവീനിയൻ്റ് അല്ലേ. ഈ കാണുന്നതാണ് ലിഡിൽ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ മിക്കപ്പോഴും വന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഇവിടുന്നാണ് മേടിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാണുന്നതാണ് സെയിൻസ്ബറീസ് എന്ന് പറയുന്ന വേറൊരു സൂപ്പർ മാർക്കറ്റ്. ഇവിടുന്ന് ഞങ്ങൾ മിക്കവാറും എന്നല്ല, എല്ലാ മൺഡേയ്സും ഞങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ട്. വന്ന് വാങ്ങുമ്പോൾ ലിഡിലും വരും. എന്തായാലും നമുക്ക് ലിഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഈ ലെമണേഡാണ്. ഓക്കെ, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് നടക്കുക. ഞാനൊരു ഐറ്റം മേടിച്ചു. ഇതൊരു ഐ ഡ്രോപ്പാണ്. അതായത് ഇവിടെയൊക്കെ സമ്മറിൽ പോളൻസ് ഉണ്ടല്ലോ, പൂമ്പൊടി എയറിൽ വല്ലാണ്ട് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കത് ഭയങ്കര സെൻസിറ്റീവാണ്, അലർജി ഉള്ളവർക്ക്, അതായത് എന്നെപ്പോലുള്ളവർക്ക്. അപ്പോൾ ഐ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐ ഡ്രോപ്പാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോളൻ കൊണ്ടുള്ള ഐ ഇറിറ്റേഷൻ, റെഡ്നെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇത് ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള ഒരു പാർക്കാണ്. ഇവിടെ എല്ലാ ഏരിയാസിലും ഇതുപോലെ പാർക്കുകളുണ്ടാകും. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ കയറി നിൽക്കാം. നോക്ക്, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ വിങ്സ് വെക്കാം. ഡിന്നറിന് ചിക്കൻ വിങ്സും
പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ വെഡ്ജസ് മേടിച്ചു, അതായത് ഇച്ചിരി വലിപ്പമുള്ള ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് സാലഡും കൂടെ ചെയ്യാം. അപ്പോൾ അത് ഇന്നത്തെ ഡിന്നറാവും. അത് ഈ സംഭവം ചിക്കൻ വിക്സ് വെക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പൊടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നേരെ എയർ ഫ്രയർ കയറ്റുക, അതവിടെ റെഡി. നമുക്ക് അതിൻ്റെ ചെറുതായിട്ടുള്ള മാരിനേഷൻ തുടങ്ങാം. അതിന് ഫസ്റ്റ് തിങ് വേണ്ടത് നാരങ്ങയാണ്. ആദ്യമേ തന്നെ ചിക്കനിൽ നാരങ്ങയും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. പക്ഷേ അത് ഞാനങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാറൊന്നുമില്ല. നേരെ മസാല തേക്കുന്നു, എടുത്ത് കുക്ക് ചെയ്യുന്നു, അങ്ങനെയാണ്. ഒന്നാമത്തെ ഈ നാരങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചീത്തയായി പോകും. അതിലും ഭേദം അപ്പം തന്നെ എടുത്ത് കുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഞാൻ മേടിച്ച ചിക്കൻ വിങ്സ്. ഞങ്ങൾ ഇത് സ്ഥിരം വെക്കാറില്ല മിക്കവാറും, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഈസിയാണ്. ഇത് കണ്ടില്ലേ, ഇതെടുക്കുക, 2 പീസാക്കുക, മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പീസാക്കി തുടങ്ങാം. ഈ വിങ്ങിൻ്റെ ഈ അറ്റം നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ, കട്ട് ചെയ്ത് കളയാം. ഇത് 2 പീസാക്കാം. ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. അതുപോലെ ഈ കാണുന്ന ചിക്കനെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഞങ്ങളിത് കഴുകാറില്ല, കാരണം ഇത് ആ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഈ ഐറ്റം ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുന്നത്. പിന്നെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഈ ഫെദർ കാണും കേട്ടോ, അതൊക്കെ നോക്കി പറിച്ച് കളയുക. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതൊക്കെ കരിഞ്ഞങ്ങ് പോകും. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനെ ഇരിക്കുന്നത് കാണാനൊരു താല്പര്യമില്ല, കാരണം ആക്കിയെടുത്തും കളയുക. ഓക്കെ, കണ്ടോ, ഇവിടെ കട്ട് ചെയ്യുന്നതിനൊരു ആംഗിളുണ്ട്. ആംഗിൾ കട്ട് ചെയ്താലേ സുഖമായിട്ട് കട്ട് ചെയ്ത് പോരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ട്രബിൾ ചെയ്യും. നോക്കണം, ഇതിങ്ങനെ പിടിക്കുക, ഒരു ആംഗിളിൽ പിടിക്കുക. അപ്പം ശരിയായി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടാമിനേഷൻ. ഈ ചിക്കൻ കഴുകിയ വെള്ളം അവിടെ ഇവിടെയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കണ്ടാമിനേറ്റ് ആവും മൊത്തത്തിൽ. വേറെ ഫുഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിനടുത്തുള്ള സർഫസിലേക്കോ ഒക്കെ ഇതിൻ്റെ ഈ വെള്ളം തെറിച്ചിട്ട് മോശമാവും. അപ്പോൾ അതിലും ഭേദം കഴുകാതിരിക്കുന്നത്. കാരണം ഇത് കഴുകാതെ കഴിച്ചു കഴിഞ്ഞാൽ 100% നമ്മൾ സേഫാണ്, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ അത്ര ക്രിസ്പി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, കാരണം ഇതിൽ ഇച്ചിരി നനവുണ്ടെങ്കിലും അത് വലിയ പ്രശ്നമല്ല. വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് കണ്ട, ഞാൻ മാരിനേറ്റ് ചെയ്തു, അതിൻ്റെ മസാലകളൊക്കെ ഇടുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഭയങ്കര വർത്താനായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്വിച്ച് ഓൺ അല്ലായിരുന്നു. അത് ക്യാമറയിൽ നിന്ന് ടിങ് അലാറം വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ, അങ്ങനെ അലാം വന്നിട്ട് അപ്പം തന്നെ ക്യാമറ ഓഫായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ഞാൻ റെക്കോർഡ് എനേബിൾ ആക്കിയിട്ടില്ലായിരുന്നു. സാരമില്ല. മാരിനേഷന് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. മാരിനേഷൻ സിമ്പിൾ മാരിനേഷൻ. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മീറ്റിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മസാല ഇടുന്നു എന്നുള്ളത് നമ്മൾ ബോധരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് മീറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അത് ഏത് മീറ്റാണെങ്കിലും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കൈ കിട്ടുന്ന എന്ത് മസാല എടുത്തിടുന്ന ഒരു രീതിയാണ്. ഇപ്പം ഞാൻ ഇട്ടത് കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പെരി റബ്ബ് ഉണ്ടായിരുന്നു, പിന്നെ തന്തൂരി മസാല ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടു. ഫസ്റ്റ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചായിരുന്നു, പിന്നെ ഈ പറഞ്ഞ മസാലകളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല, ഞാൻ നേരെ ഗ്രില്ലിന് കയറ്റും. അപ്പം പെട്ടെന്ന് പരിപാടി കഴിയും. ഗ്രില്ലെന്ന് പറഞ്ഞാൽ എയർ ഫ്രൈ ഇട്ട് ചെയ്യുന്നത്, നേരെ എയർ ഫ്രൈയിലേക്ക് കയറ്റാം. അപ്പം നമുക്ക് ആദ്യമേ ഇവനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ വിചാരിച്ച പോലെ സമയത്ത് കുക്കാവില്ല. 200 ഇരിക്കട്ടെ. നമുക്കത് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് പെട്ടെന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കാവേ. ഞാനിതിവിടെ സാധാരണ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞാനിന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്ക്വാഷ് വാങ്ങിച്ചു. അതിലെങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ നോക്കാം. ആദ്യമേ തന്നെ ഒരു 4 ഐസ്. കമോൺ പാടാ. ഓക്കെ, ഐസ് അത് മതിയാവും. പിന്നെ വേണ്ടതാണ് ഒരു ലെമണേഡ്. ലെമണേഡ് എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ഫ്ലേവറുള്ള വെള്ളം. അധികം ഫാൻസി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാനിന്ന് മേടിച്ച സ്ക്വാഷ്, പാഷൻ ഫ്രൂട്ടിൻ്റെ. വളരെ സിമ്പിളാട്ടോ. ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക, മതിയാവും. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ഈ ലെമണേഡും കൂടി ഇട്ട് കൊടുക്കുക. പതിയെ വേണം ഒഴിക്കാൻ. ആ ഐസിൻ്റെ മണ്ടയിൽ വേണം ഒഴിക്കാൻ. ആ ഐസിൻ്റെ മണ്ട ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ ആ യെല്ലോ കളർ അങ്ങനെ തന്നെ നിൽക്കും. കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ കിട്ടത്തില്ല. യെസ്, മിച്ചമുണ്ടാകും, നമുക്കല്ലാണ്ട് കുടിക്കാം. ഇത് കണ്ടില്ലേ, ലെയറായിട്ട് നിൽക്കുന്നത്.
കൊള്ളാം. സിമ്പിൾ അല്ലേ? പക്ഷെ ഇത് അത്ര ഹെൽത്തി ഒന്നുമല്ല കേട്ടോ. കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ക്വാഷാണ്. സ്ക്വാഷ് ഓഫ് കോഴ്സ് കോൺസെൻട്രേറ്റഡ് ആണ്. വല്ലപ്പോഴും ഒക്കെ കുടിക്കാൻ നല്ലതാണ്. കൊള്ളാം. നമുക്കിനി ഇത് നോക്കാം. നമുക്കൊരു ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ മെറ്റൽ പാട്ടയിലോട്ട് ചിക്കൻ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ചിക്കൻ വെക്കാം. ഒത്തിരി പാക്ഡായിട്ട് വയ്ക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ എയർ ഫ്രയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ റോങ് ആയിപ്പോവും. എയർ കറക്റ്റായിട്ട് സർക്കുലേറ്റ് ആവണമല്ലോ. റെഡി. ഇപ്പോൾ ഒരു 10 നമുക്കൊരു 10 മിനിറ്റത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യാം. 200 ടൈം 10 minutes. ഓക്കെ, അപ്പോൾ അതിരുന്നാവട്ടെ. ഓക്കെ, നമുക്കത് ആ ചിക്കൻ ആവുന്ന സമയത്ത് ഒരു സാലഡിനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഇപ്പോൾ 2 പേർക്കുള്ളത് മതി. ഇതുണ്ട്, ഈ ഷേക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഈ ഷേക്കിംഗ് ഒഴിവാക്കാനായി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു പേപ്പർ ടവൽ അവിടെ വയ്ക്കുക, ദെൻ ഇതങ്ങോട്ട് വെക്കുക. പിന്നെ ആ ഒരു ഇളക്കച്ചിരി കുറഞ്ഞു കിട്ടും. ഇനിയല്ല, വീണ്ടും ഇളക്കമുണ്ടെങ്കിൽ കുറച്ച് എന്ത് ചെയ്യണം, വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. ഇനി അങ്ങ് വെക്കുക. ഇനി കണ്ടില്ലേ, ആ വലിയ ഇളക്കമില്ല, അങ്ങനെ ഇരിക്കോളും. അപ്പോൾ അതൊക്കെ നമ്മൾ ആക്സിഡൻ്റലി കണ്ടുപിടിക്കുന്ന ഓരോരോ ടിപ്സാണ്. ക്യുക്കമ്പർ സ്കിൻ ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുന്നത്. കട്ട് ചെയ്യുക, കരിഞ്ഞു കൊടുക്കുക. കഴിഞ്ഞു. ഇത്ര മൂത്തിട്ടില്ലാത്ത കുക്കുമ്പറാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് കഴുകാം. ഇത് ഞാൻ കട്ട് ചെയ്ത ലെറ്റസ് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴുകുമ്പോൾ ഇത് ഹോൾസ് ഉള്ളതാണ്. ജസ്റ്റ് വാഷ് ചെയ്യുക. ഇങ്ങനെ ചെരിച്ചൊരു ആംഗിളിൽ വെച്ചാൽ മതി, വെള്ളം മുഴുവൻ ഡ്രെയിൻ ആയിക്കോളും. അത് ഞാൻ വാഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ കയ്യിൽ. എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല. ഓക്കെ, നമുക്ക് കുറച്ച് കോണരിയാം. യെസ്, അപ്പോൾ സാലഡും റെഡി. ഇനിയിപ്പോൾ ആ ചിക്കൻ ആയി കഴിഞ്ഞാൽ അതും എടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ എനിക്ക് അവൾക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി അവളുടെ അതിനകത്ത് കുറച്ച് സബോള ആഡ് ചെയ്യണം. എനിക്ക് സബോള ഇഷ്ടമല്ല സാലഡിനകത്ത്, അത് കാരണമാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്. ധാരാളം. ചിലർക്ക് സബോള ഭയങ്കര ഇഷ്ടം, എന്താണാവും. ഓക്കെ, റെഡി. അപ്പോൾ നേരെ ഫ്രിഡ്ജ് വെച്ചേക്കാം. നമ്മുടെ ചിക്കൻ മിക്സ് ടൈമപ്പായി നോക്കാം. കൊള്ളാം, കറക്റ്റ് ടൈമിങ് ആയിരുന്നു കേട്ടോ. ഞാൻ 10 മിനിറ്റ് അല്ല, ഞാൻ ഇപ്പം മറിഞ്ഞു 10 മിനിറ്റ് അല്ല, ഞാനിത് തിരിച്ചിട്ടായിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ ഞാനൊരു 6 മിനിറ്റ്സ് കൂടെ വെച്ചു, ചൂട് കൂട്ടി. അപ്പം അതൊക്കെ നമുക്കെല്ലാം മാറ്റിയേക്കാം. ഈ അടിയിലുള്ളത് ഇതിൻ്റെ ഫാറ്റാട്ടോ. നമ്മളല്ലാണ്ട് അധികം എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അതായത് നമ്മൾ ആ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം എണ്ണ സ്പ്രേ ചെയ്തതേ ഉള്ളൂ. ഞാൻ എണ്ണയില്ല എന്ന് പറഞ്ഞത് ഹെൽത്തി ഫാക്ടറായിട്ടല്ല. ചിക്കൻ വിങ്സ് എന്ന് പറയുമ്പോൾ നല്ലപോലെ ഫാറ്റുള്ള മീറ്റിൻ്റെ ഭാഗമാണ് ചിക്കനിൽ. അപ്പോൾ അത് ഉരുകിയിട്ടുള്ള എണ്ണയാണ് ഈ കണ്ടത്, അല്ലെങ്കിൽ ആ ഫാറ്റ് റെൻഡർ ആയിട്ടുള്ളതാണ് ഈ കണ്ടത്. ഞാനൊരു ക്ലോസർ കാണിക്കാം. സൂപ്പർ. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് മേടിച്ചു. ഇത് പൊട്ടറ്റോ വെഡ്ജസ് ആണ്. സെയിം കണ്ടില്ല, വലിപ്പം കണ്ടില്ലേ. ഇത് നമുക്കൊന്ന് എയർ ഫ്രയറിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതൊരു 10-100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 16 മിനിറ്റ് വെച്ചാൽ മതി. നോക്കാം. അപ്പോൾ ദേ അപർണ എത്തിയിട്ടുണ്ട്. അപർണ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ അപ്പൂന്നെ വിളിക്കാറുള്ളൂ.
അതല്ല കോമഡി എന്ന് വെച്ചാല് കാർത്തിക് എന്നെ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറുള്ളത്. എനിക്ക് എല്ലാ ദിവസം അല്ല, എനിക്ക് ഡേ ഓഫ് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. എന്നാലും കാർത്തികാണ്. പക്ഷെ എന്റെ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു നിന്റെ പറച്ചിലിട്ട് കഴിഞ്ഞാൽ നീയാണ് എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് നോക്കിയത്. ബേസിക്കലി ഞങ്ങൾ ഡയറ്റിലായതുകൊണ്ട് നോർമലി എപ്പോഴും ചിക്കൻ, ഗ്രിൽ ചിക്കൻ, യോഗട്ട്, കുക്കുമ്പറൊക്കെ കഴിച്ചോണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഡയറ്റ് ആയിരുന്നു, പക്ഷെ ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, 1 മാസം നാട്ടിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഇതുവരെ ആ ഡയറ്റിന്റെ ആ ഒരു സ്കെഡ്യൂളിലേക്ക് കയറിയിട്ടില്ല. ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കാലറി ഡെഫിസിറ്റ്, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് അപ്പുവിന് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം അല്ലേ? അറിയാം, അപ്പുവിനറിയാം, ഞാൻ പറഞ്ഞായിരുന്നു. നല്ല നല്ല ക്രിസ്പി ടെക്സ്ചറാണ്. ഓക്കെ, അപ്പുവിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ സബോള ഇട്ട സാലഡ്. സോസ് എന്തായാലും തന്നെ ഒഴിച്ചോ, ഞാൻ ഒഴിച്ചിട്ട് ഇനി കൂടിപ്പോയി. അങ്ങനെ ഒഴിച്ചാൽ ചീറ്റി വരും കേട്ടോ. ശരി, ഉണ്ടേ? വേറെ വേണം? എനിക്ക് തോന്നുന്നു ഇത് വേണോ? മയ ഉണ്ട്. എനിക്ക് വേണ്ട മയോ. എന്ത്? എന്താ സെക്കൻഡ്സ് കൊണ്ടൊക്കെ മൈൻഡ് മാറി? കഴിക്കുന്നില്ലേ? ഡ്രിങ്കും റെഡി. ലെമൺ എപ്പോഴും ഒഴിക്കുന്നതല്ലേ? ലെമണിന്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. വെരി ടേസ്റ്റി. അപ്പൊ ഇന്നത്തെ ഡിന്നറൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോ ഉറങ്ങാനായിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പൊ എന്നത്തെയും പോലെ എന്തെങ്കിലുമൊക്കെ സിനിമ കാണുകയോ ഇതിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉറങ്ങാനായിട്ട് തുടങ്ങും അല്ലേ? കാർത്തികന് ഇന്നത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ പാഷൻ ഫ്രൂട്ട് മോക്ടെയിൽ അല്ലേ? അത് ഭയങ്കര സിമ്പിളാ ഉണ്ടാക്കാൻ. ജസ്റ്റ് സ്ക്വാഷ് ഒഴിക്കുക, ലെമണേഡ് ഒഴിക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമായി. എന്തായാലും 2 ദിവസത്തെ എൻ്റെ അവധി കഴിഞ്ഞു. ഇനിയിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ എനിക്ക് വർക്കുണ്ട്. അപ്പൂന് നാളെ ഉണ്ട്, ട്യൂസ്ഡേ ഓഫ്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണം, എന്നിട്ട് നേരെ പോയി കിടന്നുറങ്ങണല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. Bye.